ഭക്തന്റെ വേഷമാണ് ചെയ്തത്. കുറച്ച് ദിവസം തിയേറ്ററിൽ ഓടി. അഭിപ്രായങ്ങൾ നല്ല അഭിപ്രായമുണ്ട്. പിന്നെ 305 എന്ന് പറയുന്ന ഒരു സിനിമ, ശ്രദ്ധിക്കാനുള്ള സിനിമ, അതിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞു. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച പാലക്കാട് കുന്നിൽ വിജയൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടറുടെ സിനിമ അഭിനയിച്ചിട്ടാണ് വന്നേ ഉള്ളൂ. അതിലും നല്ല ഒരു രാഷ്ട്രീയക്കാരൻ്റെ പിന്നിൽ നിൽക്കുന്ന മറ്റൊരു രാഷ്ട്രീയക്കാരനായിട്ടൊരു വേഷം ചെയ്തു. നല്ല പ്ലസ് ആയിരുന്നു. ഒത്തിരിയധികം ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെയും ഡയറക്ടർ വിളിച്ചിരുന്നു. അതാണ് പുതിയ സിനിമാ വിശേഷം. വീരേന്ദ്രൻ്റെ സിനിമയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോകുന്നു പുതിയ സിനിമാ വിശേഷം. സാർ ആദ്യം കഥാപ്രസംഗ രംഗത്തായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടല്ലേ സിനിമ രംഗത്തോട്ട് വന്നത്? അതെ, എങ്ങനെയായിരുന്നു തുടക്കം? കഥാപ്രസംഗം എന്ന് പറയുമ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് ഈ പദ്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് ഞാൻ ചൊല്ലുമായിരുന്നു എന്നാണ് മലയാളം സാർ പറയുന്നത്. എന്നെ പല ക്ലാസ്സിലും കൊണ്ടുപോയി പാടിച്ചിട്ടുമുണ്ട്. അപ്പോൾ തന്നെ സാറ് പറയുമായിരുന്നു, നിങ്ങൾ ഒരു കഥാപ്രസംഗം ഇവിടെ അവതരിപ്പിക്കണം. അങ്ങനെ അന്ന് എനിക്ക് അതിനോട് ഭയങ്കര കമ്പം തോന്നി. അന്ന് അവിടെ ഒരു കഥ പറഞ്ഞു. അത് ഓർമ്മയില്ലെങ്കിൽ പോലും പിന്നീട് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരുപാട് വേദികളിൽ, ഒത്തിരിയധികം വേദികളിൽ സാംബശിവൻ സാറിനോടൊപ്പം പല വേദികളിലും ആദ്യം നമ്മുടെ കഥാപ്രസംഗം, എൻ്റെ കഥാപ്രസംഗം, അതിനുശേഷം അദ്ദേഹത്തിന് അങ്ങനെ പറയാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞ ഒരു കഥയുടെ രാവണപുത്രി എന്ന് പറയുന്ന ഒരു കഥ, അതിൻ്റെ ഇടയ്ക്ക് നിന്ന് കുറച്ച് ഭാഗം അല്പം പറയാം. രാവണൻ കാട്ടിലൂടെ വനഭംഗി ആസ്വദിച്ച് നടക്കുന്ന ഒരു കാലഘട്ടം. രാവണൻ ആ കാട്ടിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ അകലേതാ ഒരു പെണ്ണ്, ഒരു കാട്ടുപെണ്ണ് നിന്ന് കാട്ടിലെ പൂക്കൾ ശേഖരിക്കുകയാണ്. ആ പെണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാളിദാസന്റെ ശകുന്തളയെ പോലെ, വാത്മീകിയുടെ സീതയെ പോലെ, ചങ്ങമ്പുഴയുടെ കവിതയെ പോലെ, ഷേക്സ്പിയറിന്റെയും ഇബ്സന്റെയും കഥാനായികമാരെ പോലെ സുന്ദരിയാണ്. അതുകൊണ്ട് തന്നെ ആ പെണ്ണിനെ നമുക്ക് ഇങ്ങനെ വർണ്ണിക്കാം: ഈ വിശ്വസൗന്ദര്യം തെക്കിപ്പിഴിയുന്ന സത്താണവൾ കുള്ള രൂപഭംഗി. മാത്രമല്ല, വിശ്വൈക ശില്പിക്ക് വിസ്മയം തോന്നുന്ന ചരുതഗാത്രിയാണ് കാട്ടുപെണ്ണ്. വാക്കുകളില്ല സൗന്ദര്യധാമത്തെ ഒന്നുകൂടി വർണ്ണിക്കുവാൻ. അങ്ങനെയുള്ള അതിമനോഹരിയായ ഒരു കാട്ടുപെണ്ണ്. അവിടെ നിന്ന് കാട്ടിൽ നിന്ന് കാട്ടുപൂക്കൾ ശേഖരിക്കുകയാണ്. രാവണൻ തെല്ലുനേരം നോക്കുന്നു. രാവണൻ മെല്ലെ പൂച്ചക്കാലി ചവിട്ടി അവിടെ പിന്നിലേക്ക്. ഒരു കാൽപെരുമാറ്റം കേട്ടാൽ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതാ നിൽക്കുന്നു 10 തലയുള്ള രാവണൻ, ഭയങ്കര തടിയൻ. അവൾ പേടിച്ച് വാവിട്ട് നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. ഓടുമ്പോൾ ഒരു കാട്ടുവള്ളികൾ കാലുടക്കി ആ പെണ്ണ് നിലപതിച്ചു. രാവണൻ ഇവിടെ കടന്നു പിടിച്ചു, ഉയർത്തി. എന്നെ ഉപദ്രവിക്കരുത്, ഞാനൊരു പാവമാണ്, എന്നെ വിട്ടേക്കൂ. ഇല്ല, ഒന്നും കേൾക്കാനുള്ള മനസ്സ് കാണിച്ചില്ല രാവണൻ. 10 തലയുള്ള ആ ഭയങ്കര തടിയൻ ആ കട്ടുപിന്നെ കടന്നു പിടിച്ച് തന്നിലേക്ക് അടുപ്പിക്കുകയാണ്. ചെന്നായുടെ മുന്നിൽ അകപ്പെട്ടു പോയ ഒരു കുഞ്ഞാട്ടിനെ പോലെ ആ പെണ്ണ് തളർന്നുപോയി. അവളുടെ പേര് വേദവതി എന്നാണ്. അവളെ തളർന്നു. അവസാനം ഒരു നിമിഷം, പ്രിയമുള്ളവരെ, അവൾ നിലംപതിച്ചു. അവൾക്ക് ബോധം വീണപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് താൻ കാത്തു സൂക്ഷിച്ചിരുന്ന തൻ്റെ എല്ലാം തൻ്റെ ചാരിത്രം അവൾക്ക് നഷ്ടമായെന്ന്. അവളുടെ കണ്ണിൽ നിന്നും കോപാഗ്നി ജ്വലിച്ചു. അഗ്നിയെ സാക്ഷാത്രി അവൾ രാവണനെ ശപിച്ചു. എന്നിലെ കന്യകത്വത്തെ നശിപ്പിച്ച നരാധമാ, നീ മരിക്കും, നിനക്കെന്നിൽ ജനിക്കും പെൺകിടാവിനാൽ. അന്നേ മനസ്സിന്റെ ചിറകിന്നു കൊണ്ടതാണ് അമ്പുകൾ പോലാ മുനയുള്ള വാക്കുകൾ. അന്നേ മനസ്സിന്റെ ചിറകിന്നു കൊണ്ടതാണ് അമ്പുകൾ പോലാ മുനയുള്ള വാക്കുകൾ. മാറിൽ തെറഞ്ഞു തുളഞ്ഞു കേറും രഘു വീരന്റെ ബാണം വലിച്ചെടുത്തിടവേ. കണ്ണു നിറഞ്ഞു പോയി രാവണനെന്ന കാട്ടുപെണ്ണിൽ പിറന്ന മകളാണു മൈഥിലി.
അതാണ് സീത. അതാണ് സീത. അങ്ങനെ തുറന്നു പോവും ആ കഥ. ഈ കഥയുടെ ഇടയ്ക്കുള്ള ഏതാനും ചില വരികളും ഭാഗമാണ്. ഞാൻ കഥ അവതരിപ്പിക്കുകയാണെങ്കിൽ 1.5-2 മണിക്കൂർ പറയുവാനുണ്ട്. അങ്ങനെ പോകും കഥാപ്രസംഗം. അവിടെ നിന്നാണ് ഞാൻ കഥ തുടങ്ങുന്നതും. പിന്നെ പ്രൊഫഷണലായിട്ട് കഥ പറയും. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം വിവിധ വേദികളിൽ ഒരുപാട് ആശ്രമങ്ങളിലൊക്കെ കഥ പറഞ്ഞിട്ടുണ്ടായി. പലയിടത്തു നിന്നും സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഉത്സവപ്പറമ്പുകളിൽ അന്നൊക്കെ നമുക്കറിയാം, കേരളാവധിയിലൊക്കെ നമുക്ക് പോകാം. കാതേരി ഗുരു കൂടെ വെച്ച് ഇന്നത്തെ പരിപാടി ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഞാൻ വരുമായിരുന്നു. അങ്ങനെ ഒത്തിരി പ്രോഗ്രാമുകൾ അടിച്ചു വന്നിട്ടുണ്ട്. അല്ല, ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഥ പറയുവാനുള്ള ഭാഗ്യം എനിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് പിന്നെ ഇങ്ങോട്ട് ബാക്കിയുള്ള നാടകങ്ങളിലും പ്രൊഫഷണൽ നാടകത്തിലും സീരിയലിലും സിനിമയിലും ഒക്കെ വരാനുള്ള ഒരു ചവിട്ടുപടി അതായിരുന്നു. ഈ കഥാപ്രസംഗം കേട്ടപ്പോൾ നമുക്ക് ഒരു ഉത്സവ പറമ്പിലേക്കുള്ള കൂടിയാണ് ഉണ്ടായത്. എങ്ങനെയാണ് ഈ കഥാപ്രസംഗത്തിൽ നിന്ന് സീരിയലിലേക്ക് എത്തിയത്? കഥാപ്രസംഗം ഇങ്ങനെ പറഞ്ഞു വരുന്ന ആ കാലഘട്ടത്തിലെ അന്നൊക്കെ ഈ ഗൾഫ് മോഹം ഭയങ്കരമായിരുന്നു ആ കാലഘട്ടത്തിൽ. അങ്ങനെ ആയിടയ്ക്കാണ് എനിക്കൊരു വിസ വന്നു. ഞാൻ നേരെ ഗൾഫിലേക്ക് പോയി അവിടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അതിനു മുമ്പ് എൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഒരുപാട് ലഘു നാടകങ്ങൾ എഴുതി ഈ ആശ്രമങ്ങളിലൊക്കെ അവതരിപ്പിക്കുവാൻ ഒത്തിരി അധികം ക്ലബ്ബുകളുടെ സമ്മാനങ്ങളും ഈ ഭാനുദാസ് മെമ്മോറിയൽ തെറ്റിക്കുളം സ്ഥിരമായിട്ട് 3-ാമത്തെ വർഷം വാങ്ങിക്കുന്നവർക്കാണ് ആ കപ്പ് സ്ഥിരമായിട്ട് തുടരുന്നത്. അങ്ങനെ കിട്ടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അന്നത്തെ ഈ 3 പ്രാവശ്യം നാടകം അവതരിപ്പിച്ച് അന്നൊക്കെ പിന്നെ സ്ഥിരമാണ് ആ കപ്പ് വാങ്ങിക്കുന്ന. അപ്പോൾ തന്നെ അവിടുത്തെ പ്രശസ്തരായ എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകനുൾപ്പെടെ, ആശാരി സാർ അദ്ദേഹം മരിച്ചുപോയി, ഉൾപ്പെടെ ഡയറക്റ്റ് ചെയ്യാൻ ഒരു വലിയ നാടകം ഡയറക്റ്റ് ചെയ്ത് അവതരിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഞാൻ ആ നാടകം ഡയറക്റ്റ് ചെയ്തു. അവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ എൻ്റെ ഒരു നാടകം കാണുമ്പോഴാണ് ഗായത്രി തിയേറ്റേഴ്സ്, കേരളത്തിലെ നമ്പർ 1 തിയേറ്റേഴ്സാണ്. അതിൽ രാജമാഷനെ കാണുകയും ഞങ്ങളുടെ പിന്നെ നാടകത്തിലേക്ക് താങ്കൾ വരണമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ആ നാടകത്തിൽ കൊണ്ടുപോയി. ഇന്ന് ഒരു വർഷം 10-30 നാടകം എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള, ഞാൻ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആരാധിക്കുന്ന ശ്രീ ഫ്രാൻസിസ് ടി മാവേലിക്കരയുടെ നാടകത്തിൽ അഭിനയിക്കാൻ വിളിച്ചു. കുന്നിക്കുരുവിൻ്റെ കറുത്ത മണൽ, വർഷങ്ങൾ വലുതായി. അതിൽ ഒരു ഉപദേശിയുടെ വേഷമാണ്. മുട്ടയൊക്കെ അടിച്ചിങ്ങനെ യേശു വരുന്നു, ഇങ്ങനെ വരുന്നൊരു കഥാപാത്രം. അത് കേരളത്തിനകത്ത് 350 സ്റ്റേജിൽ ഒച്ചറ ഷാ എന്ന് പറയുന്ന ഷാ ഇൻ്റർനാഷണൽ ഹോട്ടലിൽ അവിടെ താമസിച്ച് 3-4 മാസം ആ പരിസരത്ത് നമ്മൾ നാടകം കളിച്ചു. ആ നാടകത്തിൽ ഒത്തിരി അവാർഡുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ ക്യാരക്ടറിന്. അവിടെ നിന്ന് അവരുടെ അടുത്ത നാടകം കളിച്ചു, കർപ്പൂര ദീപം. അത് കഴിഞ്ഞാണ് അശ്വതി തിയേറ്റേഴ്സ് എന്നെ വിളിച്ചു, ഗാന്ധാരി നാടകം. അത് കഴിഞ്ഞ് പല ട്രൂപ്പുകളിലും വിളിച്ചു. വീണ്ടും അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ ആറ്റിങ്ങൽ പത്മശ്രീയിൽ കുറച്ച് കളിക്കാൻ പറ്റുള്ളൂ. അത് അന്വേഷണം എനിക്ക് വീണ്ടും ഗൾഫിലേക്ക് പോകേണ്ടി വന്നു. അവിടെ നിന്ന് തിരിച്ചു വന്നാണ് ഷാജിയമ്മിൻ്റെ ഇത് ഒരിക്കൽ മാത്രം എന്ന് പറയുന്ന സീരിയല് അഭിനയിച്ചത്. പകുതി മുഴുവൻ എത്തുമ്പോൾ പോയി. രണ്ടാമത്തെ തിരിച്ചു വന്ന് എൻ്റെ സീരിയലിനോട് ഞാൻ പറഞ്ഞു, ഇത് പകുതിയാക്കിയിട്ട് പോകുമെന്ന് ചോദിച്ചു. പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീണ്ടും ഉള്ള സീരിയലിൽ അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അവിടെ നിന്നാണ് ഇങ്ങനെ കണ്ടിട്ട് സിനിമയിലേക്ക് ചാൻസ്. ഭയങ്കര ഒരു ആഗ്രഹം തോന്നിയാൽ രാജസേന സാറിനെ ഇപ്പോൾ അഭിമാനത്തോടെ ഞാൻ പറയും, അവിടെ കരവന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് കണ്ടു. എനിക്കിങ്ങനെ അഭിനയിക്കാനുള്ള താല്പര്യമുണ്ട് സാർ. വേറെ ഒന്നും പറഞ്ഞിരിക്കാൻ പറഞ്ഞിരുന്നു. കണ്ണൻ നമ്പർ കൊടുത്തിട്ട് പോകാം. കണ്ണൻ അദ്ദേഹത്തിന് അനുജൻ. പക്ഷെ ഒന്നും ചോദിച്ചില്ല. നമ്മുടെ ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ തന്നെ ഒരു ഇൻട്രസ്റ്റ് ആണ് തോന്നിയായിരിക്കും അദ്ദേഹം. അങ്ങനെ ഇരുന്നൊരു ദിവസം ഒരു ഫോൺ വന്നു. കണ്ണൻ സാറ് കൊട്ടാരക്കര ഷൂട്ടിങ്, അതിൽ ട്രിവാൻഡ്രത്തുള്ള ആ വണ്ടി കൊടുത്ത് വരണം, കൊട്ടാരം വീട്ടിലെ പോട്ടൻ, ചെറിയൊരു വേഷമാണ്. അവിടെ തുടങ്ങി അങ്ങോട്ട് പിന്നെ ഒത്തിരി അധികം സിനിമകൾ, അദ്ദേഹത്തിൻ്റെ മിക്കവാറും സിനിമകളിൽ അഭിനയിച്ച്, ചുരുക്കി പറഞ്ഞാൽ കേരളത്തിനകത്തുള്ള പ്രശസ്തര അടൂർ ഗോപാലകൃഷ്ണൻ സാർ ഉൾപ്പെടെ നെൽക്കൊത്ത് നാടകം ആ സിനിമ അതുൾപ്പെടെ കേരളത്തിലെ പ്രശസ്തരായി അഭിനയിക്കാനുള്ളത് നമ്മുടെ വിനയൻ സാറ്, പിന്നെ അങ്ങനെ തുടങ്ങിയ പ്ലസ് സാറിൻ്റെ 2 സിനിമയിൽ അഭിനയിച്ചു. എല്ലാ ഡയറക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാനും മോഹൻലാൽ, മമ്മൂട്ടി, ജയറാം, ദിലീപ് തുടങ്ങി പ്രശസ്തരായ എല്ലാവരോടൊപ്പം അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി.
ഞാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ നിന്ന് കേട്ട ഒത്തിരി അധികം സുഹൃത്തുക്കളുടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നും ഒരു ഒരു കഥ വായിക്കുമ്പോൾ ഈ വേഷം നമുക്ക് ഞെക്കാടുക്കും. വേഷം ഇതെന്നല്ല എൻ്റെ പ്രശ്നം. തരുന്ന വേഷം സിൻസിയറായിട്ട് ചെയ്യുക, സന്തോഷത്തോടെ ചെയ്യുക. ഇത്രയും ഡയലോഗ് ഉണ്ടോ എന്ന് പറയാൻ ഇന്നൊരാളും ഞാൻ ചോദിച്ചിട്ടില്ല. ചിലർ ചോദിക്കും ഡയലോഗ് ഉണ്ടോ, എത്ര സീനുണ്ട്? നോ. എനിക്ക് ഡയലോഗ് ഇല്ലെങ്കിലും ഞാൻ അഭിനയിക്കും. ഡയലോഗ് ഇല്ലാതെയും അഭിനയിച്ചിട്ടുണ്ട്. അതിന് ഉദാഹരണത്തിന് ജയറാം ഈ ആളുകളുടെ പ്രമാണമൊക്കെ വാങ്ങിച്ചു വെച്ച് പൈസ പലിശയ്ക്ക് കൊടുക്കുമായിരുന്നു. അപ്പൊ അങ്ങനത്തെ കൊടുക്കാൻ ഇയാൾ ഒരു സുപ്രഭാതത്തോടെ മുങ്ങുന്നത് പൈസ വാങ്ങിച്ച ആളുകൾ വാങ്ങിച്ച ആളുകളാണെങ്കിൽ പ്രമാണമൊക്കെ വാങ്ങിക്കട്ടി വിമർശനം വരും. വായിച്ച ആ പടത്തിന്റെ പരിശുദ്ധന് വിളിക്കുമ്പോഴേ സാറ് പറഞ്ഞായിരുന്നു ഡയലോഗൊന്നും ഉണ്ടാവില്ല, കുറെ ഗ്രൂപ്പിൽ വന്നിട്ട് അയാളെ പ്രൊട്ടസ്റ്റ് ചെയ്യുക, പോകാൻ അനുവദിക്കില്ല. ഡയലോഗില്ല, വേണ്ട. അപ്പോ ഞാൻ കോസ്റ്റ്യൂം എടുത്ത് പറഞ്ഞു എനിക്കൊരു ചുവന്ന തുറത്ത് വേണം. ഞാൻ ആ തുറത്ത് വാങ്ങിച്ചിട്ട് തലയിലും കെട്ടിയപ്പോ ഈ ആദ്യം നമ്മുടെ നേരെയാണ് ക്യാമറ വെച്ചാൽ ജയറാം പറഞ്ഞപ്പോൾ നമ്മളെല്ലാം കൂടെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന സീനാണ് ഇങ്ങനെയാണ് വിടാതെ വിടുന്നത്. അത് കഴിഞ്ഞ് ജയറാമിന്റെ ക്ലോസിൽ ഞാൻ കണ്ടു. പിന്നെ അവിടെ നിങ്ങോട്ട് ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്തു കേട്ടോ, ഈ തലയിൽ കെട്ട കാണിച്ചു ഇങ്ങനെ പറക്കി കാണിച്ചു. ഷൂട്ടിങ് ആയിരുന്നു. മോണിറ്ററിൽ വിളിച്ച് എല്ലാവരെയും വിളിച്ച് നോക്കാം. എല്ലാവരും ഇതിലാരും ശ്രദ്ധിക്കും, എല്ലാവരും ഒരു എത്തുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല അയാൾക്ക് ഒന്നും ചെയ്യാൻ. അയാളവിടെ ഇയാൾ ജോനത്തത് ഈ ചോപ്പ് തോർത്താണ് വെള്ള സ്ക്രീനിലാകുമ്പോൾ അത് എടുത്ത് കാണിക്കും. അപ്പൊ അവിടെ അവിടെ എൻ്റെ ക്ലോസും ക്യാമറമാൻ തന്ന പോലെ പിടിച്ച് നമുക്ക് തരുന്ന ഈ വേഷത്തിന്റെ ഡയലോഗ്സോ. ഞാൻ ഇത് ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഞാൻ പറയുന്ന കാര്യം. പലരും ഇന്ന് വിളിക്കുമ്പോൾ ചോദിക്കും ഡയലോഗ് ഉണ്ടോ, എത്ര സീനുണ്ട്? നോ, അത് ചോദിക്കാൻ പാടില്ല. നമുക്ക് തരുന്ന സീൻ അത് ഡയലോഗ് ഉണ്ടോ ഇല്ലേ, നമ്മൾ എങ്ങനെ ചെയ്തു എന്ന് നമ്മൾ കാണിക്കണം. അവിടെയാണ് ഒരു ആർട്ടിസ്റ്റിന്റെ വിജയം എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ കലാകാരനാണ് ഞാൻ. അപ്പൊ നമുക്ക് ചിലപ്പോൾ പറയും അവിടെ ഇരിക്കുന്ന ഒരു കല്ല് എടുത്ത് നിങ്ങൾ അവിടെ വെച്ചിട്ട് അങ്ങ് പോകണം എന്താ ഡയറക്ടർ എക്സാമ്പിൾ പറഞ്ഞു തരികയാണ്. അപ്പൊ നമ്മൾ ചിലപ്പോൾ എന്നിട്ട് ഈ കല്ല് ഇങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് വയ്ക്കും. എന്നോട് പറഞ്ഞാൽ ഞാനത് ചെയ്യുന്നത് ആ കല്ലിങ്ങനെ എടുക്കും, ഇതിനെ നോക്കും, പിടിച്ചിട്ട് which is the point there. ഏതാ ശ്രദ്ധിക്കപ്പെടുന്ന കല്ല് എടുത്തോണ്ട് വെച്ചിട്ട് പോയതോ അത് ഈ കാണിച്ച ആക്ഷൻ ഏതാ ശ്രദ്ധിക്കപ്പെടുന്നത് തന്നെയാണ്. അപ്പോ നമ്മൾ ഏത് വേഷം എന്ന് ചോദിക്കരുത് ഡയറക്ടർ. ഡയലോഗ് ഉണ്ടോ എന്ന് ചോദിക്കരുത്. ചോദിച്ചാൽ ഡയലോഗ് ഉണ്ടെങ്കിൽ അഭിനയിക്കുക, വേറെ ആൾ വിളിക്കുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന വേഷം നമ്മുടെ മനോധർമ്മമായിട്ട് ഭംഗിയായി ചെയ്യാൻ ശ്രമിക്കുക. അതാണ് എൻ്റെ പോളിസി. അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി ആദ്യമായിട്ട് ആ നിലവിളക്ക് എന്നുള്ള ആഷാക്കാൻ മറ്റാത്തുണ്ട്. ഇപ്പോഴും ഞാൻ വിളിക്കാറുണ്ട്. വർഷം എത്ര എന്നറിയോ? അന്ന് ജഗതി സാറിന്റെ കാല് തൊട്ട് വന്നിച്ചുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ആ പടത്തിൽ അഭിനയിക്കുന്നത്. ഇന്നും ഗുരുസ്ഥാനീയനായിട്ട് കാണും അദ്ദേഹം. എനിക്ക് 2-3 പടത്തില് എന്നെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. കൊച്ചി രാജാവ് കണ്ടാകുന്നത് മകനേ തങ്ക മകനേ വെൽക്കങ്കട ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന സീനുണ്ട്. ഇന്റലിജൻസിന്റെ കാന്റീനിൽ റിയാസ് ഖാനാണ്. റിയാസ് ഖാൻ ഇപ്പൊ നമ്മളൊത്ത് അഭിനയിച്ച സിനിമയിൽ ശ്രീയപ്പ എന്നെ കണ്ടോണ്ടേ മകനേ ഓടി എൻ്റെ അടുത്താണ് ഉള്ളത്. എൻ്റെ അപ്പ ആടായിരുന്നു എന്ന്. അപ്പോ അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ആ വർക്ക് അതിന്റെ ഇൻട്രസ്റ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ കൂടെ ഉള്ളവർക്ക് നമ്മളോട് കൂടുതൽ താല്പര്യം തോന്നും. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സെറ്റ് മാനേജ്, നമ്മൾ സെറ്റ് ചെന്നാൽ എങ്ങനെ നമ്മൾ പെരുമാറണം. ഒബേറ്റ് ഡയറക്റ്റ് പറയുന്നത് നമ്മൾ അനുസരിക്കുക. തിരിച്ചങ്ങോട്ട് ചോദിക്കണം, നിങ്ങളിതാ ഈ പോയിന്റിൽ ഇവിടെ വന്നു ഡയലോഗ് അവസാനം ഇവിടെ എന്ന് പറഞ്ഞാൽ പോരെ. അങ്ങനെ നമ്മൾ ചോദിക്കാൻ പാടില്ല. ഡയറക്റ്റ് പറയുന്ന ഒബേ. പിന്നെ നമുക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ നേരത്തെ ഇത് സ്ക്രിപ്റ്റ് വായിച്ചു തരുമ്പോൾ അപ്പം തന്നെ കുന്നിൽ വിജയൻ സാറിന്റെ ഒരു സിനിമ ഇപ്പം അഭിനയിച്ചെടുക്കാൻ ചോദിച്ചാൽ അപ്പൊ അതിന് ഞാൻ മെയിനാണ് രാഷ്ട്രീയത്തിൽ കാരണം ചുക്കത്തി അടുത്തിരിക്കുകയാണ്. അപ്പൊ അടുത്ത കൂടെ ഞാൻ വലിയ രാഷ്ട്രീയക്കാരന് ഞാൻ. അപ്പോൾ ഈ ജാതി വിട്ടൊരു പെണ്ണ് കല്യാണം കഴിച്ചു. അവളെ പള്ളിയിൽ അടക്കാക്കി പോണെല്ലാം കൂടിയിരിക്കുകയാണ്. പള്ളിയിൽ അടക്കണോ കാരണവന്മാർ പറ്റില്ല, പള്ളിയിൽ അടക്കാൻ പറ്റില്ല. അപ്പോ ഈ നമ്മുടെ സെക്രട്ടറി പറഞ്ഞ് നമുക്ക് പള്ളിയുടെ പുറകുവശത്ത് അടയ്ക്കാലോ. അപ്പൊ എൻ്റെ ഡയലോഗ് പള്ളിയുടെ പുറകുവശത്തെ രാഷ്ട്രീയക്കാരും ചെറുപ്പക്കാരും പലരെയും അടക്കിയിട്ടുള്ള സ്ഥലമാണ്.
അവിടെ ഈ പെണ്ണിനെ കൊണ്ട് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. നാട്യക്കാരുടെ അത് അപ്പൊ ഇയാൾക്ക് ദേഷ്യം വന്നു. പോടാ, ഞാൻ പോവും, പോടാ, ഞാൻ പോയി, ഒറ്റ പോക്ക്. അപ്പൊ ഇത് നമ്മൾ നേരത്തെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഡയറക്ടർ ഇങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞു. അത് മറ്റാരും കേൾക്കാതെ ഡയറക്ടറോട് ചെന്ന് അടുത്ത് ചെവിയിൽ പറഞ്ഞത് സാർ നോക്കി കൊള്ളാം. അപ്പൊ ഇത് വിജയിക്കുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിനാണ്. അങ്ങനെ വിടണം നമ്മൾ. ഡയറക്ടർ ഇസ് ദി സുപ്രീം അതോറിറ്റി ഇൻ ദാറ്റ് ഫീൽഡ് ഇൻ ദി സിനിമ എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയുള്ള പെരുമാറ്റം കൊണ്ടായിരിക്കണം ഇന്നും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ചെറിയ ചെറിയ വേഷങ്ങൾ ഏത് വന്നാലും ഏത് വേഷമായാലും ഈ വേഷം നിക്കാടിന് കൊടുക്കാം എന്ന് പറയേണ്ടവരെ ഒരു ഉണ്ടാക്കിയെടുത്ത അതുകൊണ്ടായിരുന്നു. ഇന്നും ഞാൻ അഭിനയിച്ച എല്ലാ ഡയറക്ടേഴ്സിനെ ഏത് സമയത്ത് ഞാൻ വിളിച്ചാലും അപ്പോഴെന്നെ ഫോൺ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ പിന്നീടെങ്കിലും തിരിച്ചു വിളിക്കും. അത് ബിക്കോസ് ഓഫ് മൈ കോൺടാക്ട്, ബിക്കോസ് ഓഫ് മൈ റിലേഷൻ ടു ഇഷ്ടം. അപ്പൊ അത് നമ്മളെല്ലാവരും പുതിയതായിട്ട് വരുന്നവരൊക്കെ കീപ്പ് ചെയ്താൽ കൊള്ളാമെന്നാണ് എൻ്റെ വിശ്വാസം. ഇങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് കടന്നത്. ഒരുപാട് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് സാറിന് സിനിമയിൽ മേക്കപ്പിന്റെ ആവശ്യമില്ലെന്ന്. അതിൽ സാറിന്റെ അഭിപ്രായം എന്താണ്? സിനിമയില് മേക്കപ്പ് അല്ലല്ലോ അഭിനയിക്കുന്നത് ഞെക്കാട്ട് രാജാണ്. അപ്പൊ മേക്കപ്പ് ഒരു 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 ചെറിയ ഘടകം എന്നേ ഉള്ളു. ഇപ്പൊ ഈ നമ്മുടെ കായംകുളം കൊച്ചുണ്ണിയിൽ മൂപ്പന്റെ വേഷം ചെയ്തു. ഒരു തോട്ടത്തൊക്കെ എടുത്തെടുത്ത് അടിച്ചപ്പോൾ ഞാൻ മൂപ്പനായി, മുടിയൊക്കെ കിന്നരിച്ചിട്ട്. അപ്പൊ മൂപ്പനിപ്പോ മേക്കപ്പ് പുട്ടപ്പൊക്കെ ചെയ്ത് ലിറ്റൊക്കെ അടിക്കേണ്ട കാര്യമുണ്ട്. മേക്കപ്പ് ഇസ് നോട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ ദാറ്റ്, അല്ലേ? അപ്പൊ അവിടെ നമ്മൾ ക്യാരക്ടറാണ്. ഇവിടെ ചില ആളുകൾ ഞാൻ കേട്ടിട്ടുണ്ട്, കുറ്റം പറയല്ല, ആഗ്രഹം കൊണ്ടായിരിക്കാം, അടുക്കള വേഷക്കാരനായി അടുക്കളയിൽ ഹെൽപ്പറായിട്ട് വരുന്ന ഒരു പയ്യൻ സെറ്റിൽ പറഞ്ഞാണ് മേക്കപ്പിന് ദക്ഷിണയെ കൊടുത്തിട്ട്, സാറേ എന്നെ കുട്ടപ്പനായിട്ട് മേക്കപ്പ് ചെയ്തേന്. അടുക്കളയിൽ പുകയും കരിയും കൊണ്ട് നിൽക്കുന്ന അവനെന്തിനാ കുട്ടപ്പനാവുന്നത്? ആ ക്യാരക്ടറുമായിട്ട് താതാത്മ്യം ചെയ്യണം നമ്മൾ. ഉള്ളും കരിയുള്ളും ചിലപ്പോൾ കരിയായിരിക്കും ഒക്കെ ചെയ്യും. തലേന്ന് പോകേണ്ട കാര്യമില്ല നമ്മളവിടെ. മനസ്സിലായില്ലേ? 5 സ്റ്റാർ ഹോട്ടലിലല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്, അടുക്കള പണിക്കാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ മിക്കവാറും എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സിൽ മേക്കപ്പ് വേണ്ടി വരുന്ന കഥാപാത്രങ്ങൾക്ക് അത് ഡയറക്ടർ പറയും. അപ്പൊ തന്നെ നമ്മുടെ കളിക്കാവൂർ പ്രവീൺ സാറിന്റെ ഒരു വൈദ്യനായിട്ട് ത്രൂ ഔട്ട് ഞാൻ വേഷം ചെയ്തു. വൈദ്യൻ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഒരു രീതിയുണ്ട്. വൈദ്യർ ചിലപ്പോൾ മുറുക്കാൻ തന്ന് കൊണ്ടിരിക്കുന്ന വൈദ്യരുണ്ടാവും, പിന്നെ കുറികളൊക്കെ ഇട്ട് വൈദ്യന്മാർ ദുരിതാക്ഷമൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ അത് ഒരു മേക്കപ്പായിട്ട് ഞാൻ കാണുന്നതിന് അത് ആ വൈദ്യൻ്റെ ആ രീതി നമ്മളെ അവലംബിക്കാനായിട്ടാണ്. മേക്കപ്പ് പിന്നെ ഇപ്പൊ നായകൻ എന്നൊക്കെ പറയുമ്പോൾ നല്ല പൊട്ടപ്പ് ചെയ്യണം നായിക. നമ്മൾ നായകനും നായികയൊന്നും അല്ലല്ലോ. എങ്കിലും അപ്പൊ മേക്കപ്പ് ഇല്ലാതെ അഭിനയിക്കുന്നതിനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അടൂർസാന്റെ പടത്തിൽ അഭിനയിച്ചപ്പോൾ, നെൽക്കോത്തിൽ അഭിനയിച്ചാലും വെറും വെറ്റ് ക്ലോത്ത് തന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുഖത്തൊന്ന് ഒപ്പിക്കൊള്ളാൻ മേക്കപ്പൊന്നും ചെയ്തു. പണ്ട് പ്രേംനസീറിന്റെ ഒക്കെ കാലത്ത് ആള് കുട്ടപ്പനായിരിക്കണം, സ്ക്രീൻ ടെസ്റ്റ് ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അവരൊക്കെ നല്ല കുട്ടപ്പനായിട്ട്. ഇന്ന് അതിന്റെ കാര്യമില്ല. അഭിനയിക്കാനുള്ള കഴിവ് തരുന്ന കഥാപാത്രത്തെ അതിൻ്റെതായ അർത്ഥത്തിലും വ്യാപ്തിയിലും മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് അത് അവതരിപ്പിക്കാൻ കഴിയുന്നത് ആരായാലും അഭിനയിക്കാവുന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ സിനിമ, അല്ലേ? സംശയമുണ്ട്. നമ്മളങ്ങോട്ട് അതിന്റെ പേര് അടുത്ത് പറയുന്നില്ല. എത്രയെത്ര പ്രശസ്തരായ സംവിധായകരുടെ മക്കള് അമ്മ അല്ലാതെയുള്ള ചെറുപ്പക്കാരൊക്കെ ഇന്ന് നല്ല നല്ല വേഷങ്ങൾ ചെയ്ത് നല്ല പേരെടുത്തിരിക്കുന്നു. അവരുടെ സൗന്ദര്യവും മറ്റു മേക്കപ്പ് ചെയ്തിട്ടൊന്നും അല്ല. അപ്പൊ അത് ഇന്നത് മതി. അഭിനയത്തിനാണ് ഇമ്പോർട്ടൻറ്റ് ഇന്ന് ഈ കാലഘട്ടത്തിൽ. എങ്ങനെ അഭിനയിച്ചു എന്നതാണ് നോക്കുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോ മേക്കപ്പ് ഇല്ലാതെ ഇനിയിപ്പോ നിങ്ങളുടെ ഗുരുപ്രിയയുടെ ഓണർ ചിലപ്പോൾ സിനിമ എടുത്ത് മേക്കപ്പ് ഇട്ടേ അഭിനയിക്കും എന്ന് പറഞ്ഞാൽ മേക്കപ്പ് ഇട്ട്, മേക്കപ്പ് ഇല്ലാതെ അഭിനയിക്കും എന്ന് പറഞ്ഞാൽ മേക്കപ്പ് ഇല്ലാതെ അഭിനയിക്കും. അതുകൊണ്ട് പ്രശ്നമല്ല. സാറിന്റെ 40 വർഷത്തെ ജീവിതാനുഭവത്തില് സാറിന് സിനിമയാണോ നാടകരംഗത്താണോ അതോ ഗൾഫ് ജീവിതമാണോ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? എങ്ങനെയാണ് ഇത് കാണുന്നത്? അത് ഒരു കുഴയ്ക്കുന്ന ചോദ്യമാണ്. പക്ഷേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ വീടും നാടകമായാലും സിനിമയായാലും വിദേശ ജീവിതമായാലും എല്ലാം എനിക്ക് സന്തോഷം വരുന്നതായി. വിദേശത്ത് പോകാനുള്ള അന്നൊക്കെ ഉള്ള ഒരു ഭയങ്കര ആഗ്രഹമാണ്. ഈ ഗൾഫിൽ നിന്ന് വരുന്നവരുടെ മക്കളൊക്കെ ടർലിൻ ഷർട്ടിന്റെ ഒരു കാലഘട്ടം. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന അവസ്ഥ. അപ്പൊ ഇതൊക്കെ പോയി ഒന്ന് വാങ്ങിക്കണം, കേൾക്കണം.
ഇതൊക്കെ കാണണം, വിദേശമൊക്കെ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അതങ്ങനെ പോയി. ഇന്ന് ഈ വിദേശത്തോടുള്ള ഭ്രമമായിരുന്നെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇവിടെ ജോലി ടെസ്റ്റ് എഴുതിയിട്ടാണ് പോകുന്നത്. ഇവിടെ ഏഷ്യൻ ഡിപ്പാർട്ട്മെന്റിൽ അവിടെ ജോലിക്ക് അപ്പോയിൻമെന്റ് ആണ് വന്നപ്പോൾ ഞാൻ അവിടെ നല്ല ശമ്പളം വാങ്ങിച്ച മത്തറ കോൾഡ് സ്റ്റോർ എന്ന് പറയും, സ്വനീസ് ഇന്റർനാഷണലിലെ കടമ്പനിയാണ്. അവിടെ നിന്ന് കോടീശ്വരനാകാമായിരുന്നു. പക്ഷേ ഞാൻ അത് കളഞ്ഞിട്ടേക്ക് പോന്നു. അതല്ല ഞാൻ നോക്കിയത്. കാരണം അവിടെ നിന്ന് ബൈ ചാൻസ് കമ്പനി ലിക്വിഡേറ്റങ്ങൾ ചെയ്താൽ അത് പോയി. ഇവിടെ വന്നാൽ പിന്നെ ജോലി കയറാൻ നോക്കൂല. ഇപ്പോഴും ദൈവം സഹായിച്ച് ഉള്ള ചില്ലറ കിട്ടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ മാത്രമേ എൻ്റെ കലാപ്രവർത്തനത്തിനൊക്കെ. അപ്പം ഈ കല എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനൊരു വലിയ കലാകാരനായിരുന്നു. കാക്കാരിശി നാടകം അത് ഞങ്ങളെ പഠിപ്പിക്കില്ല. അപ്പം അദ്ദേഹം ഈ മഹാരാജുവിൻ്റെ ഒന്ന് പട്ടുമുളയൊക്കെ മേടിച്ചിട്ടുണ്ട്. അദ്ദേഹം ഞങ്ങളത് പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മരിച്ചുപോയി അദ്ദേഹം. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൽ നിന്നൊക്കെ കിട്ടിയ ഒരു പ്രോത്സാഹനമാണ് നീ കലാരംഗത്ത് ഇങ്ങനെ നിൽക്കാനും. എന്തോ ഈ അഭിനയം കല എന്ന് പറയുന്നത് കുട്ടിക്കാലം തൊട്ടേ എനിക്ക് ഭയങ്കര കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഇവിടെ ഈ നമ്മളെ പഴയ ഓല കെട്ടിയ വീടായിരുന്നു. ഓല കെട്ടിയിരുന്നു. അപ്പോൾ ഈ ഓലക്കെട്ടിൻ്റെ അന്ന് നമ്മൾ മാടം കെട്ടും. മാടം പഴയതുകൊണ്ട് മാല കെട്ടി സ്റ്റേജ് ഉണ്ടാക്കി അമ്മയുടെ പുതിയ സാരി എടുത്തുകൊണ്ട് പോയി കർത്തം കെട്ടി അതിന് ചന്ദനത്തിരി വീണത് പൊത്ത് അതിന് അടി കിട്ടിയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ആളുകളൊക്കെ വിളിച്ചു കൂട്ടി പരിസരത്തുള്ള നാടകം കളി. അപ്പോൾ അങ്ങനെ അപ്പോൾ ദാറ്റ് മീൻസ് കുട്ടിക്കാലം ഇതിനോട് ഒരു അടങ്ങാത്ത ഒത്തില്ലെങ്കിലും അടങ്ങാത്ത ദാഹം അഭിനയിക്കാനും മറ്റുള്ളവരെ ചിരിപ്പിക്കാനും ഒക്കെ ഉള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു മനസ്സിൽ. നമുക്കിപ്പോൾ ഒരാളിനെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടു ഡിഫിക്കൾട്ട്. പക്ഷെ ഒരു കഥാപാത്രം എടുത്ത് കരയിപ്പിക്കാൻ വളരെ പാടാണ്. കാരണം വിവിധ സ്വഭാവക്കാരാണ് നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്നത്. അവരെ ഒന്ന് ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചില ആളുകൾ കണ്ടില്ലേ സ്റ്റേജിൻ്റെ ഫ്രണ്ട് എന്ത് പറഞ്ഞാലും ചിരിക്കില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? ചില ആളുകൾ പറയും ഞാൻ TV കാണില്ല. എന്തോ ഒരു ഭയങ്കര അപരാധം പോലെ ചില ആളുകൾ പറയും ഏയ് ഞാൻ സീരിയൽ കാണില്ല. ഈ പാർട്ടികളും നമ്മളെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വെച്ച് കാണുമ്പോൾ സീരിയലൊന്നും ഇല്ലല്ലേ. ഞാൻ ചോദിച്ചു സാറ് സീരിയൽ കാണാറുണ്ടോ? ഏയ് TV കാണാറേ ഇല്ല ഞാൻ. എന്നാലും അങ്ങനെ ചോദിക്കുന്ന വെറുതെ ചോദിക്കണം, ചുമ്മാ ചോദിക്കുകയാണ്. അത് അങ്ങനെ ഒരു ശീലമുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ സീരിയൽ കണ്ടുകൊണ്ടോ സിനിമ കണ്ടുകൊണ്ടോ ആരും നശിച്ചു പോയൊന്നുമില്ല. ഇപ്പം നമുക്ക് പറയാം, ഞാൻ പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചു. ഭാഗ്യക്കുറിയുടെ പരസ്യ ചിത്രം. ഒരു കർഷകൻ ഈ കലപ്പ ഒക്കെ പൊടിച്ച് പൂട്ടി അതിനുള്ളൊരു അയാൾക്ക് ഒരു ഭാഗ്യക്കുറി അടിക്കും. പിന്നെ ഇയാൾ ഈ തോട്ടുവെള്ളത്തിൽ കുളിച്ച അയാൾ ഷവറിലേക്ക് കുളിക്കൂ, സ്വിമ്മിങ് പൂളിലേക്ക് കുളിക്കുള്ളൂ, അവിടെ പെൺകുട്ടികൾ കൊണ്ടുവന്ന് ജ്യൂസേ കഴിക്കൂ. അങ്ങനെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തത്. അപ്പോൾ സീഡിച്ച് ചെയ്തതാണ്. അതിന് എനിക്ക് അവാർഡും കിട്ടി. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് കാണാൻ സീരിയൽ പിന്നെ TV കാണാത്ത പലരും നിങ്ങളെ പരസ്യം ഉള്ളതുകൊണ്ട് അത് കാണാം, പരസ്യം മാത്രം കാണുമായിരുന്നു, അത് കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തോ ദൈവാധീനം. അവർക്കെന്തോ നമ്മുടെ അതിലുള്ള ഒരു പെർഫോമൻസ് നമ്മൾ ചെയ്യുന്ന രീതി അവർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും. അല്ലെ എന്നോടുള്ള സ്നേഹവും മറ്റൊന്നും കൊണ്ടല്ല. ചെയ്യുന്ന ഒരു രീതികളുണ്ട്. അത് ചിലരുടെ വോയിസ് ചില ആർട്ടിസ്റ്റുകളുടെ വോയിസ് നമുക്ക് അങ്ങ് ഇമ്പ്രസ് ചെയ്യും അല്ലേ. ചില ആളുടെ മൂവ്മെന്റ്സ്, ചലനങ്ങൾ നമുക്കങ്ങ് വളരെ ഇമ്പ്രസീവ് ആവും. അപ്പോൾ ഇതുപോലെ ഇതിലേതെങ്കിലും ഒരു ഘടകം അവർക്ക് ഇഷ്ടപ്പെട്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കും. അങ്ങനെ ഒത്തിരി പരസ്യ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. സർ, മലയാള സിനിമയിൽ ഒട്ടനവധി സംവിധായകർ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മുടെ മകൻ ആ സിനിമയിലോട്ട് ഒരു സംവിധാനം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതിലേക്ക് നമുക്കൊരു നായകൻ എന്ന നിലയിലേക്ക് കാണാൻ പറ്റുമോ സാറിന്? അപ്പോൾ നിങ്ങളാരും അത് കണ്ടിട്ടില്ലായിരിക്കും. ഞാൻ ഏതാണ്ട് ഒരു 45 വർഷമായിട്ട് നായകനായിട്ട് ഞാൻ അഭിനയിക്കുന്നു. എൻ്റെ നായിക എൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ ഭാര്യ ഗംഗ. അവളുടെ നായകനായിട്ട് ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ അഭിനയത്തിൽ നിന്ന് ഉള്ള എൻ്റെ ഒരു സൃഷ്ടിയാണ് സംഗീത് രാജ്. മൂത്ത മകൻ സെബിൻ രാജ്, രണ്ടാമത്തെ മകൻ. അദ്ദേഹം ഗ്രാഫിക് ഡിസൈനറാണ് തിരുവനന്തപുരത്ത്. സംഗീത് ഇപ്പോൾ സിനിമകൾ ചെയ്യുന്നുണ്ട്. അവൻ്റെ വെബ് സീരീസ് ഒരുപാട് വരുന്നുണ്ട്. സംഗീത് എൻ്റെ മകൻ സംവിധാനം ചെയ്ത ഷോർട്ട് ഫിലിംസിലേക്ക് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹം സിനിമ ചെയ്തു, അതിലും ഞാൻ ഉണ്ടാകും ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ നിങ്ങളുടെ ചോദ്യം തെറ്റിപ്പോയി. നിങ്ങൾ ഇത്രയും വിവിധ കഥാപാത്രങ്ങളെ
അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഏത് ടൈപ്പ് കഥാപാത്രം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് ചിലപ്പോൾ ഇനി ചോദിക്കുമായിരിക്കും. അത് മുമ്പേ ഞാൻ അതിൻ്റെ ഉത്തരം പറയാം, അത് ചോദിക്കണ്ട. ഇനി ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രം ജീവിതത്തിൻ്റെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളുമായി ഏറ്റുമുട്ടി ജീവിതമെന്ന അഗ്നികുണ്ഡത്തിൽ നീറി പിടഞ്ഞ് ദൈനംദിനം വേദന തിന്ന് കഴിയുന്ന ഒരു കുടുംബത്തിൻ്റെ അത്താണിയായ ഒരു സാധു മനുഷ്യനായി അഭിനയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇന്ന് സാധുക്കളുടെ കഥ നമുക്ക് സിനിമയിലില്ല. വലിയ പണക്കാരുടെയും അങ്ങനെയുള്ള ഉന്നതരുടെ കഥകളാണ് നമുക്ക് കൂടുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സാധു മനുഷ്യൻ്റെ കഥ, അങ്ങനെ ഒരു സാധു മനുഷ്യനായിട്ട് അഭിനയിക്കണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്തെങ്കിലും നടക്കുമോ ആവോ? അടൂർ സാറിൻ്റെ പടത്തിൽ അഭിനയിച്ചപ്പോഴും അന്നവിടെ ഈ ഒബ്സർവേഷന് വന്ന ഒരു മാന്യദേഹം എന്നോട് ചോദിച്ചു, പിന്നീട് ഇനി നിങ്ങൾക്ക് എന്ത് കഥാപാത്രങ്ങൾ ഇത്രയൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അന്ന് ഞാൻ കുറച്ച് പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ഞങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്, ചെറിയ വേഷങ്ങളാണെങ്കിലും കൊള്ളാം, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇനി എന്താ അന്ന് പറഞ്ഞൊരു വാചകമാണ് ഇന്നും പറയുന്നത്. അതിനെന്തെങ്കിലും ചിലപ്പോൾ നടക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷകളാണ്. നമ്മുടെ ഈ APJ പറഞ്ഞ പോലെ ഡ്രീം, സ്വപ്നം കാണുകയാണ്. ആ കഥാപാത്രത്തെ നമ്മൾ സ്വപ്നം കാണുന്നു, എപ്പോഴെങ്കിലും യാഥാർത്ഥ്യമാകും. നമ്മൾ സ്വപ്നങ്ങൾ കണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ എപ്പോഴെങ്കിലും, അദ്ദേഹം പറഞ്ഞ ഭയങ്കര ഒരു വാചകമാണ്, പറഞ്ഞ മനസ്സിലെ ഡ്രീം യു ഹാവ് ടു ഡ്രീം നിങ്ങൾ സ്വപ്നം കാണുക. അങ്ങനെ സ്വപ്നം കാണുമ്പോൾ മാത്രമേ നമുക്ക് എപ്പോഴെങ്കിലും ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയൂ. അതുകൊണ്ട് അങ്ങനെ സ്വപ്നം കണ്ടു കഴിയുകയാണ് ഞാൻ, എന്തെങ്കിലും ഇങ്ങനെ ഒരു നായകനാകാൻ പറ്റുമോ എന്ന്. അപ്പം നായകനാണ് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഭാര്യയുടെ നായകനാണ് ഞാൻ. ആ ഗംഗയുടെ നായകനാണ്. ഗംഗ നല്ലൊരു ഗായികയാണ്, സുന്ദരമായിട്ട് പാടും. ഇപ്പം തന്നെ നമ്മൾ നമ്മുടെ വാർഷികത്തിന് കണ്ട് ഗുരുപുരയിലുള്ളവരൊക്കെ കണ്ടു കാണുമായിരിക്കും, വയനാട് ദുരന്തത്തെക്കുറിച്ച് ഒരു പാട്ട് കണ്ടുമായിരിക്കും. ഒരു കൊച്ചുകുട്ടി ആ വയനാട് ദുരന്തം കഴിഞ്ഞ് ആ ദുരന്തബാധിത പ്രദേശത്ത് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരാൾ കാണുന്നു, കുട്ടിയെ കൊണ്ട് എന്താ എവിടെ പോകുന്ന വരുമ്പോൾ അവൻ നിറകണ്ണുകളോട് നിൽക്കുന്നതും ആ കുഞ്ഞ് അവൻ്റെ സ്കൂളൊന്നുമില്ല, എല്ലാം ഒലിച്ചു പോയി. അപ്പോൾ ആ കുഞ്ഞ് പറയുന്ന സീനാണ്, എവിടെ പോയി മറഞ്ഞോ ഞാൻ, തെരഞ്ഞു തളർന്നു, എവിടെയാ എൻ്റെ ഗ്രാമം, ഞാൻ കളിച്ചു വളർന്ന ഗ്രാമം, ഈണം മോളും മുളങ്കാടും താളം തുള്ളും അരുവികളും, എവിടെ പോയി മറഞ്ഞു ഞാൻ, തെരഞ്ഞു തളർന്നു, തെരഞ്ഞു തളർന്നു. കാഞ്ചന കാവടി ആടി രസിക്കുന്ന പുഞ്ചനൽപ്പാടങ്ങളെവിടെ, കൊതിയൂറും മാമ്പഴം കൈനീട്ടമായി തരും നാട്ടുമാവിന്നെവിടെ, എവിടെ പോയി മറഞ്ഞു ഞാൻ, തെരഞ്ഞു തളർന്നു, എവിടെയാണെൻ്റെ ഗ്രാമം, ഞാൻ കളിച്ചു വളർന്ന ഗ്രാമം, കൂടെ കളിച്ചോരൻ കൂട്ടുകാരൊക്കെയും എവിടെ എന്നറിയില്ല, ഉറ്റ ബന്ധുക്കളും നാട്ടുകാരൊക്കെയും എവിടെ എന്നറിയില്ല, എവിടെ പോയി മറഞ്ഞു ഞാൻ, തെരഞ്ഞു തളർന്നു, തെരഞ്ഞു തളർന്നു, തെരഞ്ഞു തളർന്നു. സാറിന് കിട്ടിയ അംഗീകാരങ്ങളെ കുറിച്ച് ഒന്ന് പറയാം. അംഗീകാരങ്ങൾ
എല്ലാം എൻ്റെ ആ ഷെൽഫിൽ കുറേയൊക്കെ നിരത്തിയിട്ടുണ്ട്, ബാക്കി ട്രങ്ക് പെട്ടിനകത്തുണ്ട്. അവിടെ അത് വെക്കാൻ ഇതൊക്കെ സൗകര്യം കുറവാണ്. പിന്നെ ഒത്തിരി ഒത്തിരി ഇപ്പം മോഹൻലാൽ തന്നിട്ടുള്ള ആ കായംകുളം കൊച്ചുണ്ടിക്ക് അതിലുള്ള ആ കായംകുളം കൊച്ചിൻ്റെ കത്തി എൻ്റെ നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് തന്നത് എറണാകുളത്ത് വെച്ച് അതിലെ അഭിനയത്തിന്. അതുപോലെ പല സിനിമകളുടെയും ഇതിൽ എനിക്ക് പല സമ്മാനങ്ങൾ ഏഷ്യാനെറ്റ്, സൂര്യ, എല്ലാ ചാനലിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഞാനവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ പിന്നെ അതുപോലെ തന്നെ പല സ്കൂളുകളിലും കോളേജുകളിലും ഈ നർമ്മത്തിലൂടെയുള്ള ബോധവൽക്കരണമുണ്ട്. മദ്യപാനം, മയക്കുമരുന്ന്, പുകവലി ഇതിനെതിരെ നർമ്മത്തിലൂടെയുള്ള ബോധവൽക്കരണം. അന്നൊക്കെ അത് നമ്മൾ സെൻട്രൽ ജയിലിൽ പോലും അവതരിപ്പിക്കുകയാണ്. സെൻട്രൽ ജയിലിൽ അവിടുത്തെ ജയിൽ സൂപ്രണ്ട് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ എല്ലാം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ആ പ്രോഗ്രാം ജയിൽ പുള്ളിയുടെ കുറച്ച് പേരുടെ മനസ്സിനെങ്കിലും ഒരു മാറ്റം വരുത്താൻ കഴിഞ്ഞു എന്ന് അദ്ദേഹം പിന്നെ എന്നെ അറിയിക്കുകയുണ്ടായി. സൂപ്രണ്ട്, നിങ്ങളുടെ ആ അവതരണ ശൈലി മദ്യപാനത്തിനും മയക്കുമരുത്തിനും ഇതുപോലെ ഉള്ള തോന്നിവാസ പ്രവർത്തനങ്ങൾക്കുമെതിരെ അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ ദോഷങ്ങളും അതുകൊണ്ട് ഫ്യൂച്ചറിലുണ്ടാകുന്ന നിങ്ങൾക്കുണ്ടാകുന്ന ആ കഷ്ടപ്പാടുകളും ഒക്കെ അവതരിപ്പിച്ച് സ്റ്റേജിൽ അവതരിപ്പിച്ച് ഞാൻ അവിടെ ജയിൽ പുള്ളികളുടെ കൈകടി നേടാനുള്ള ഭാഗ്യവും ഉണ്ടായിട്ടുണ്ട്. സർ, ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ മനസ്സിൽ ഏറ്റവും തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രം എന്ന് എടുത്തു പറയാനുള്ളത് ഏതായിരിക്കും? അത് ഓരോരോ കഥയുടെ തലങ്ങൾ അനുസരിച്ചാണ് ആ കഥാപാത്രങ്ങളുടെ വിജയം എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഇതിൽ മറക്കുന്നതും മറക്കാത്തതുമായിട്ടൊന്നുമില്ല. ആ കഥാപാത്രങ്ങളെല്ലാം എനിക്ക് പ്രിയപ്പെട്ടതാണ്. ഞാൻ ചെയ്ത കഥാപാത്രങ്ങൾ നമുക്ക് തരുന്ന കഥാപാത്രം അതിൻ്റെ സന്ദർഭാനുചിതം നമ്മൾ ചെയ്യുമ്പോൾ കഥ ഒരു കാര്യം കൂടി പറയാം. നമ്മളൊരു കഥ ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടോ ഇല്ലേ? ബട്ട് നമ്മളൊരു ക്യാരക്ടർ ആകുമ്പോൾ റിയലി ആ ക്യാരക്ടർ അല്ലാതെ നമ്മുടെ മനസ്സിനകത്ത് ആ ഡയലോഗുകളും അല്ലാതെ മറ്റൊന്നും നമ്മുടെ മനസ്സിൽ വരില്ല. അതാണ് ഈ അഭിനയത്തിൻ്റെ ആ സിദ്ധി എന്ന് പറയുന്ന അതാണ്. അതങ്ങനെ തന്നെ ആയിരിക്കണം. അതുകൊണ്ടാണ് ചില ആളുകൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേ, ഡയറക്റ്റ് പറയുന്ന കേളെന്നൊക്കെ പറയാൻ അവസരം കൊടുക്കുന്ന ഡയറക്റ്റ് പറയുമ്പോൾ അത് ശ്രദ്ധിക്കാതെ പുള്ളി വേറെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും. അതിന് നമ്മൾ ഇട കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് ആ ചോദ്യത്തിന് നന്ദി. എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ചോദിച്ചതെന്ന് എനിക്കറിയാം. അതിന് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു കഥാപാത്രം ഞാൻ ചെയ്ത എനിക്ക് ഡയറക്ടേഴ്സ്, ഞാൻ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന എല്ലാ ഡയറക്ടേഴ്സും അതുപോലെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ്, ഇപ്പോൾ അടുത്ത് രാഹുൽ അതുപോലെ ജോസ് അവരൊക്കെ വിളിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ 16-ാം തൊട്ടാണ്. എനിക്ക് അവരെല്ലാം എൻ്റെ പ്രിയപ്പെട്ടവരാണ്. അവർക്ക് തരുന്ന കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നമ്മളെ പറഞ്ഞ് ഡയറക്ടർ പറഞ്ഞ് വിളിക്കുന്ന കഥാപാത്രങ്ങൾ അതെല്ലാം എനിക്ക് പ്രിയപ്പെട്ടതാണ്. അവിടെയൊന്നും എനിക്കൊരു വ്യത്യാസമില്ല. ഒന്നിനും അങ്ങനെ ഈ അഭിനയത്തിൽ ഒന്നും കുറയ്ക്കാനും കൂട്ടാനും ഒന്നും ഒക്കെ ഒന്നുമില്ല. ചായ അടിക്കുമ്പോൾ പഞ്ചസാര കുറച്ചിടാം, അല്ലെങ്കിൽ തേയില കുറച്ച് കൂട്ടിയിടാം. അഭിനയത്തിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റൂല. ആർക്കും പറ്റൂലെന്ന് വിശ്വസിക്കുന്നു. പറ്റുമോ? പറ്റില്ല. പിന്നെ എൻ്റെ ജാട കാണിക്കുന്നത് ഒൺലി ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ. ഇംഗ്ലീഷ് സിനിമയിൽ അഭിനയിച്ചെന്ന് കേട്ടു, അതിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഒന്ന് പറയാം. അത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത, എൻ്റെ കലാജീവിതത്തിൻ്റെ ഏടുകളിൽ തങ്കലിപികളിൽ എഴുതി വയ്ക്കേണ്ട ഒന്നാണ്. കാരണം എന്നെ പോലെയുള്ള ഒരു എളിയ കലാകാരനെ അതിൻ്റെ ഡയറക്ടർ സന്തോഷ് ജോർജ് കുളങ്ങര സാർ എന്നെ വിളിക്കാൻ കാരണം ഞാൻ ദൂരദർശനും ഗായത്രിയുടെയും എൻ്റെയും കൂടെ ഒരു ഇൻ്റർവ്യൂ നടത്തുകയുണ്ടായി. അപ്പോൾ അന്ന് സാർ എന്നോട് പറയുകയുണ്ടായി ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ, ഞങ്ങളുടെ നിങ്ങൾക്ക് APJ അബ്ദുൽ കലാമിൻ്റെ ഒരു സ്റ്റൈലുണ്ടെന്ന് ചെറിയ പറ്റുണ്ടെന്ന്. അങ്ങനെ അതങ്ങ് കഴിഞ്ഞു പോയി. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ എറണാകുളത്ത് ഒരു ഇൻ്റർവ്യൂ നടക്കും. ചന്ദ്രയാൻ എന്നാണ് ആ സിനിമയുടെ പേര്. ചന്ദ്രയാൻ. APJ അബ്ദുൽ കലാമായിരുന്നു അതിൻ്റെ ആളിലാണ് ആ ചന്ദ്രയാൻ. അപ്പോൾ അങ്ങനെ സിനിമ നടക്കുന്നു, നമുക്കൊന്ന് പോയാലെന്ന്. ഞാനവിടെ ഒരു റിയാക്ട് ചെയ്യല് ഡബ് ചെയ്തുകൊണ്ടിരുന്ന പോണ് എൻ്റെ ഡയറക്ടർ എന്നെ അവിടെ വിളിച്ച്, സാറിന് കൊണ്ടൊരു കുട്ടി വിളിച്ച് അവിടെ ചെന്ന് പല ടൈപ്പിൽ എൻ്റെ കുറേ ഫോട്ടോസ് എടുത്തോണ്ട് പോയിട്ട് അതിന് ശേഷം ഇൻ്റർവ്യൂവിന് വിളിച്ച് കുറെ പേരുണ്ട് ഇൻ്റർവ്യൂവിന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പറഞ്ഞ് APJ അബ്ദുൽ കലാമിൻ്റെ ഒരു പടമാണ്, ഫുൾ ഇംഗ്ലീഷ് സിനിമയാണ്, ചെയ്യാമെന്ന് ആത്മവിശ്വാസം കൊണ്ട് സാർ ചെയ്യിക്കണമെന്ന് ചെയ്യാമെന്ന്. അപ്പം അങ്ങനെ
അതിന് ഒരു സെന്റൻസ് എനിക്ക് ഓർമ്മ വരുന്നത്, കലാം കലാമിനെ കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചു. കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഡയലോഗ്സിൽ ഓർമ്മയുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോ എന്താണ് അതിന്റെ ആ മൂമെന്റ്സ് ഒക്കെ ഒന്ന് കാണിക്കാം. കലാം ഒരു കൈയാണ് അദ്ദേഹം ഇങ്ങനെ വെച്ചിട്ട്, ഒരു കൈ കൊണ്ടാണ് അദ്ദേഹം കൂടുതലും പ്രകടനം നടത്തുന്നത്. ഞാൻ പറഞ്ഞ ഒരു ചെറിയ ഡയലോഗ് അതിലുള്ളത് തന്നെ പറയാം. സപ്പോസ് more than 2,000 students are in the auditorium. കലാം അഡ്രസ്സിംഗ് ദ സ്റ്റുഡൻസ്. അപ്പോൾ കലാം സ്റ്റേജിലേക്ക് വരുന്നു. വന്നു കഴിഞ്ഞുടനെ അദ്ദേഹം ഈ വരുന്ന സമയത്ത് തന്നെ ഈ കുട്ടികൾ ഭയങ്കര ആരോട് കുഞ്ഞുങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ലോകത്തെ എല്ലാ കുഞ്ഞുങ്ങളും അറിയുന്ന ഒരു ഇന്ത്യൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാമായിരുന്നു. ബിക്കോസ് ഓഫ് ദി സിംപ്ലിസിറ്റി, അദ്ദേഹത്തിന്റെ സിംപ്ലിസിറ്റി. ഒരു ഇത്രയും ഉന്നതിയിൽ ന്യൂസ് പേപ്പർ ബോയ് ആയി ജീവിതം ആരംഭിച്ച അദ്ദേഹത്തിന്റെ മിടുക്കും പഠിപ്പും കഴിവും കൊണ്ട് ഇന്ത്യൻ പ്രസിഡന്റായ മനുഷ്യനാണ്. അദ്ദേഹം ആ കഴിഞ്ഞത് മറക്കാത്ത ആ ഇത്രയും ഉന്നതിയിലെത്തിയിട്ടും കുട്ടികളുമായിട്ടും എല്ലാവരുമായിട്ടും വളരെ പ്ലേസിങ്. ഡ്രൈവറെ പോലും അദ്ദേഹം വിളിക്കുന്നത് ഡ്രൈവർ ഫ്രണ്ട് എന്നാണ് വിളിക്കുന്നത്. മൈ ഡിയർ ഡ്രൈവർ ഫ്രണ്ട് എന്നാണ് വിളിക്കുന്നത്. അപ്പോ അദ്ദേഹം suppose Kalam on the stage, more than 2,000 students are in the auditorium. Kalam addressing that career. My beloved student, your parents will shed tears of joy at your achievements. The person who is behind me, tomorrow behind you. The news reporters will stand in front of you to hear your voice. Oh, my beautiful girls. Boys are so beautiful, don't worry. My beautiful students, you have to dream some heights. Then only you can reach the heights. Okay? God bless you all. Thank you very much. എന്തോ ദൈവാധീനമോ എൻ്റെ ഭാഗ്യമോ, അവർക്ക് എൻ്റെ പെർഫോമൻസ് എല്ലാം ഇഷ്ടപ്പെട്ടു, എന്നെ ഫിക്സ് ചെയ്തു. ആ സിനിമയിൽ ഞാൻ അഭിനയിച്ചു. ഇവിടെ എറണാകുളത്ത് സരിത തിയേറ്ററിൽ അതിൻ്റെ പ്രിവ്യൂ കാണിക്കുമ്പോൾ ഒത്തിരി അവിടുത്തെ ശാസ്ത്രജ്ഞന്മാരോടുണ്ടായിരുന്നു. കലാംജി എന്ന് പറഞ്ഞ എന്നെ കെട്ടിപ്പിടിച്ച സീനുകളൊക്കെ ഇന്നും ഓർക്കുമ്പോൾ എനിക്ക് മനസ്സിൽ കൊണ്ടുവരികയാണ്. ഒരു ആർട്ടിസ്റ്റിനും കിട്ടാത്ത, ഒരു കലാകാരനും കിട്ടാത്ത ഒരു അംഗീകാരം ഇപ്പോൾ വിദേശത്ത് കളിക്കുന്നു എന്നാണ് അറിയുന്നത്. അങ്ങനെ ഒരു മഹാഭാഗ്യവും ഈ എളിയ കലാകാരനായ ജക്കാർജാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ കാരണം എൻ്റെ കോളേജിൽ നിന്ന്, ഞാൻ പഠിച്ച സ്കൂളിൽ നിന്ന്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും അധ്യാപകരും തന്ന പ്രോത്സാഹനം, കോളേജിൽ പഠിച്ചപ്പോൾ അവിടെ നിന്ന് എൻ്റെ സുഹൃത്തുക്കൾ തന്ന പ്രോത്സാഹനം, യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് സമ്മാനം കിട്ടി, കഥാപ്രസംഗത്തിന്, നാടകത്തിനൊക്കെ അവരെല്ലാം തന്ന പ്രോത്സാഹനം, ഇപ്പതാ കുടുംബ സദസ്സുകൾ, പബ്ലിക്ക് തരുന്ന പ്രോത്സാഹനം, അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്ന് ഇപ്പൊ തന്നെ ഈ ഇന്റർവ്യൂവിൽ പോലും പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടായത് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ കലാകാരനാണ്. ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ച സാറിന് വലിയ നന്ദി. താങ്ക് യു വെരി മച്ച്.